വാർത്തയിലേക്ക് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിൽ ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. എ ഡി ജി പി എച്ച് വെങ്കടേഷും പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, ഇപ്പോൾ വന്ന ഏറ്റവും പുതിയൊരു വാർത്ത, അതായത് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 4 ദിവസത്തേക്കാണ് അദ്ദേഹം അവധി എടുത്തിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഡി ജി പി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതെല്ലാം പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. തീർച്ചയായും ഇപ്പോൾ എ ഡി ജി പിയുടെ അവധിയുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറയാം. ഇത് ഓണത്തോടനുബന്ധിച്ചുള്ള 4 ദിവസത്തെ അവധി എന്നാണ് സൂചന നൽകിക്കൊണ്ടുള്ള അവധിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഡി ജി പിയും ഒപ്പം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച ഏകദേശം 1 മണിക്കൂർ സമയം നീണ്ടുനിന്നു. നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെയും CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഒപ്പം എ ഡി ജി പിക്കുമെതിരെയൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച വളരെ എടുത്തു പറയത്തക്കതും ശ്രദ്ധേയവുമായ ഒന്നായി മാറുകയാണ്. കാരണം ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഓരോ ദിവസവും എ ഡി ജി പിക്കെതിരെ ഉയർന്നു വരുന്നു. ചില തിരോധാന കേസുകൾ, ഒപ്പം ചില കൂടിക്കാഴ്ചകൾ, അതുമല്ലാതെ കുറെ സ്വർണ്ണക്കടത്ത് കേസുകൾ, ഇങ്ങനെയുള്ള ഓരോ കേസുകളും മുന്നോട്ട് വരുന്ന സാഹചര്യം. ഒപ്പം ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ എല്ലാം തുറന്നു പറയുന്നതിന് വേണ്ടി സജ്ജമായി നിൽക്കുന്ന ഒരവസ്ഥ. ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് മൊഴി നൽകിയ സാഹചര്യം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് പ്രത്യേക യോഗം എന്ന നിലയ്ക്ക് 2 പേരെയും വിളിച്ചു വരുത്തിയത് ക്ലിഫ് ഹൌസിലേക്ക്. 1 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒപ്പം വിവിധ കേസുകളുടെ നിലവിലെ അവസ്ഥയും എല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഡി ജി പി ചർച്ച ചെയ്യാൻ ഡി ജി പി വിളിക്കുമ്പോൾ കൂടെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പിയെ വിളിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി MR അജിത് കുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് പകരം എച്ച് വെങ്കടേഷിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. അതിൽ ചില കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള വിവരവും നമുക്ക് പുറത്തുനിന്ന് ലഭ്യമാകുന്നുണ്ട്. അത്തരം കേസുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വ്യക്തത പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിലുണ്ടായ ചില വെളിപ്പെടുത്തലുകളാണ് ഈ പ്രത്യേക സാഹചര്യത്തിന് വഴിവെച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടുനിന്നു, അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന ചില ചെറിയ വിവരങ്ങൾ മാത്രമാണ് നമുക്കും ലഭ്യമാകുന്നത്. എന്തായാലും കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഡി ജി പി തന്നെയാണ് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ 2 ദിവസമായി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തന ശൈലി, പ്രവർത്തന രീതികൾ അവ എങ്ങനെയാണെന്നൊക്കെയുള്ള ചോദിച്ചറിയും വിലയിരുത്താൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല LDF-ലെ ഘടകകക്ഷിയായ CPI തന്നെ വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ CPIക്ക് ഇനി ഈ മാസം 11-ാം തീയതിയാണ് വീണ്ടും LDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. അന്ന് ഈ വിഷയം ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ചില നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഒപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേ മതിയാവുള്ളൂ. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നത്തെ കൂടിക്കാഴ്ച എന്ന് വേണം കണക്കാക്കാൻ. ഒപ്പം മറ്റു ചില കേസുകൾ, കാരണം എച്ച് വെങ്കടേഷ് അന്വേഷിക്കുന്ന ചില കേസുകൾ, ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലുള്ള ചില കേസുകളും ഒക്കെ ഉണ്ട്. അവയുടെ നിലവിലുള്ള സാഹചര്യം കൂടി വിലയിരുത്തും. ഒപ്പം ഈ ഏറ്റവും വലിയ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചകളും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ചില ആരോപണങ്ങളുമാണ്. ഈ ആരോപണങ്ങൾക്ക് കൃത്യമായൊരു അന്വേഷണം വേണ്ടിവരും. കാരണം വലിയ തരത്തിലുള്ള ഒരു ആരോപണമായി കോൺഗ്രസ് അതിനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. പൂരം അത് കലക്കി എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിന് മുഖ്യ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചത് ADGP MR അജിത് കുമാർ എന്ന തരത്തിൽ വലിയ ആരോപണം കോൺഗ്രസും ഉയർന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒരുപക്ഷെ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാകില്ല. ഒപ്പം ഈ സമീപ ദിവസങ്ങളുണ്ടായ മാമിയുടെ തിരോധാനം, ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വിട്ടു നൽകിയെങ്കിലും അത് ഏകദേശം 1 വർഷമായിട്ടും അന്വേഷണത്തിൽ യാതൊരുവിധ മുന്നോട്ട് പോക്കും ഇല്ലാതെ ഏകദേശം അടഞ്ഞ മട്ടിലായിരുന്നു. അത് തന്നെ വലിയ തരത്തിലെ ചർച്ചയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ.
ബിനോയ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇപ്പോൾ മുൻ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ADGP സ്ഥാനത്ത് തന്നെയാണ് അജിത് കുമാർ തുടരുന്നത്. അദ്ദേഹം ഇന്ന് അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് മാത്രമല്ല RSS ദേശീയ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ആ കൂടിക്കാഴ്ച ഇപ്പോൾ ADGP തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതൊരു സ്വകാര്യ കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്നാൽ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇടതുമുന്നണിക്കുള്ളിലും ഉയർന്നു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ വിഷയത്തിലെല്ലാം മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം. അല്ല, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ വ്യക്തമായി MR അജിത് കുമാർ തന്നെ പറയുന്നു. തന്റെ സ്വകാര്യമായ ഒരു കൂടിക്കാഴ്ച, അതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയമാനവും ഇതിന് പിന്നിൽ ഇല്ല എന്ന് MR അജിത് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യം, പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ കൂടിക്കാഴ്ച നടത്തിയത് എന്താണ്? ഒരു രാഷ്ട്രീയ പ്രവർത്തകരുമായി അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുമായി നടത്തുന്ന കൂടിക്കാഴ്ച, അതിനപ്പുറത്തേക്ക് അതിന് വേറെ മാനങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം CPI ആണ് പറഞ്ഞു വെക്കുന്നത്. ഇടതു മുന്നണിയുടെ ചെലവിൽ, സർക്കാരിന്റെ ചെലവിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയുടെ പ്രസക്തി എന്താണ്, ഇതിന്റെ അനിവാര്യത നിലവിലുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാനാകില്ല എന്ന തരത്തിലേക്ക് CPIയും പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. പാർട്ടിക്കകത്ത് തന്നെ ചില നേതാക്കന്മാർക്കും അവരുടെ അതൃപ്തി പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പല കേസുകളുടെയും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും നടത്തുന്ന അന്വേഷണങ്ങളിൽ പലതും അട്ടിമറിക്കുവന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ ഒരു ദൂതൻ എന്ന നിലയ്ക്ക് ADGP ഇത്തരം കൂടിക്കാഴ്ച, അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. ഇതിൽ CPMന്റെയും RSSന്റെയും ഇടയിലുള്ള ഒരു ദൂതനായി MR അജിത് കുമാർ പ്രവർത്തിക്കുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവും പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാനം ചെറുതല്ല. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ കൂടിക്കാഴ്ചകൾക്കൊക്കെ പിന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചകളെ കുറിച്ച് ഒരു വലിയ തരത്തിലുള്ള അന്വേഷണം അനിവാര്യമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ DGP ശരി ബിനോയ്, ഇപ്പോൾ മുഖ്യമന്ത്രി DGPയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. മാത്രമല്ല H വെങ്കടേഷും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ MLA ആരോപണങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത്.